ജോൺസൺ മാസ്റ്ററുടെ ദശരഥത്തിലെ ഒരു പാട്ട്, മന്ദാര ചെപ്പുണ്ടോ എന്ന പാട്ട്, അത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഹിറ്റൊന്നും ആയിരുന്നില്ല. കാര്യം ജോൺസൺ മാസ്റ്ററുടെ നൂറുകണക്കിന് പാട്ടുകൾ ഉള്ള സമയമാണ്. അതിൽ തന്നെ രവീന്ദ്രൻ മാഷും ജോൺസൺ മാഷുമാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് സിനിമകൾ ഒരുപാട് ഹിറ്റ് പാട്ടുള്ള സമയത്ത് ഇത് അക്കൂട്ടത്തിൽ ഒരു ആവറേജ് ഹിറ്റായിരുന്നു. പക്ഷേ കാലം ആ പാട്ടിൻ്റെ മാറ്റ് തെളിയിച്ചു. ഇപ്പോൾ ആ പാട്ട് സൂപ്പർ ഹിറ്റാണ്. വേറൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്തത് കൊണ്ടാണോ എന്നുള്ളതൊന്നും അല്ല വിഷയം. ആ പാട്ടിനകത്തുള്ള ഒരു അതിൻ്റെ മ്യൂസിക്കൽ, അതിൻ്റെ ലിറിക്കൽ, അതിൻ്റെ നന്മ ജനങ്ങൾ തിരിച്ചറിയാൻ ചിലപ്പം കുറച്ച് കാലമെടുത്തതായിരിക്കാം. മാഷുണ്ടായിരുന്ന മാഷ് സന്തോഷിച്ചേനെ അതിൻ്റെ പോപ്പുലാരിറ്റിയിൽ. മറ്റെന്താണെന്നുള്ള എനിക്കറിയില്ല. അതാണ് ചിലപ്പം ഒരു കണക്കിന് ചിലപ്പം എവിടെയോ വിഷമം തോന്നാം, എൻ്റെ പാട്ടിനെ ഇനി ഇങ്ങനെയൊക്കെ മാറ്റിയോ. അതിപ്പം അവതരിപ്പിക്കുന്നവർ തീരുമാനിക്കണം, കേൾക്കുന്നവരും തീരുമാനിക്കണം എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത്. ഇപ്പം ഞാനിപ്പോൾ ഒരു പാട്ട് നന്നായിട്ട് പാടിയെന്ന് 10 പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം. അതിപ്പം ആളുകൾ അത് കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ ഇഷ്ടത്തിന് ഒരു കാലമുണ്ട്, ഇത്ര എന്ന് പറഞ്ഞൊരു പീരീഡുണ്ട്. നമ്മൾ ഇടയ്ക്ക് കാണുന്ന ഒരു ഗാനമേള ഒരുപാട് കാലം നമ്മൾ ആസ്വദിച്ചു. അത് കഴിഞ്ഞു അങ്ങനെ കാലാകാലങ്ങളുടെ ഒരു മാറ്റം. ബാൻഡ് പിന്നെ വീണ്ടും വരുന്നു, ഒരു റോക്ക് ടൈം വന്നു, അത് മാറി. അങ്ങനെ അത് സംഗീത അഭിരുചിയിൽ എല്ലാ കാലത്തും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫാഷൻ എല്ലാ കാലത്തും മാറിക്കൊണ്ടിരിക്കും. ആഹാരത്തിൻ്റെ രുചികളിൽ ആളുകൾക്ക് വർഷങ്ങൾ മാറുമ്പം വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ പക്ഷെ ഇതിനകത്തെല്ലാം അവസാനം എത്ര കാലം കഴിഞ്ഞാലും നിലനിൽക്കുന്ന ചില രുചികളുണ്ട് നമ്മുടെ. പറഞ്ഞതുപോലെ എല്ലാ കാലത്തും നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ആ ഇഷ്ടങ്ങളിൽപ്പെട്ട പാട്ടുകൾ എന്ന് പറയുന്നതിൽ എൻ്റെ പാട്ടുകൾ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.